ആദ്യത്തെ വിമാനയാത്ര ഡൽഹിയിൽ നിന്ന് കയറണം. എയറോഫ്ലോട്ട് റഷ്യൻ ഫ്ലൈറ്റ്, അതിൽ പോയിട്ട് മോസ്കോയിലാണ് ഇറങ്ങുന്നത്. അവിടുന്ന് ലോട്ട് എന്നുള്ള പോളണ്ടുകാരുടെ വിമാനത്തിൽ ആ യാത്രയുണ്ട്. അപ്പോൾ ഈ ഡൽഹിയിൽ നിന്ന് കയറിയ ഉടനെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിമാനത്തിൽ കയറുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ സദനത്തിൽ തന്നെ പഠിച്ച കഥകളി വേഷക്കാരൻ പരിയാനംപറ്റ ദിവാകരൻ, അയാൾ അതിനു മുമ്പേ ഇവരെ കൂടെ തന്നെ ഇറ്റലിയിലോ എവിടെ പോയിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൽ അയാളെ അടുത്താണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വിമാനം പൊങ്ങിയ ഉടനെ ഇയാൾ പറയുന്നത്, നമ്മളിങ്ങനെ പോകുന്നത് ഹിമാലയത്തിൻ്റെ മേലെ കൂടിയാണ്. അപ്പോൾ ഞാനിതിങ്ങനെ കേൾക്കാണ് കൗതുകമോ അതോ ഇത് ഏകദേശം മോസ്കോയിലെത്തുന്നവർ, ഞാൻ മേഘത്തിൻ്റെ മുകളിൽ പോവാണ്, ഇത് മോസ്കോയിലെത്തുന്നവരുണ്ടോ ഹിമാലയം ചോദിച്ചു ഞാൻ. അങ്ങനെ അവിടെ പോയി ഇറങ്ങി. അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് ഏകദേശം ഒരു 5-8 മണിക്കൂർ മോസ്കോ എയർപോർട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത ഫ്ലൈറ്റ് പിന്നീടേ ഉള്ളൂ. അങ്ങനെ ഇരിക്കും. ഞാനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി നടന്നു. പുറത്ത് അവിടെ ഒരു കമ്പിയിട്ടൊരു ബാൽക്കണി മാതിരിയുണ്ട്, അവിടെ ചെന്നു. അതൊന്നിങ്ങനെ നോക്കിയാൽ എയർപോർട്ട് കാണണം. അപ്പോൾ ഒരു സ്ത്രീയും ഒരു ചെറിയൊരു കുട്ടിയും അവരവിടെ നിൽക്കുന്നു. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ബാൽക്കണിയിലെ കമ്പി ഇങ്ങനെ പിടിച്ച് ഈ കുട്ടി ഇങ്ങനെയാണ് നിൽക്കുന്നത്. എങ്ങനെയോ തല കുട്ടി ഇതിൻ്റെ കമ്പീൻ്റെ ഉള്ളിൽ പെട്ടു. ഈ സ്ത്രീ ഫോറിൻ ലേഡിയാണ്. അവർ പലതും നോക്കുന്നു, തല കിട്ടുന്നത്. വല്ലാത്തൊരു നിലവിളിയാണ് ആ സ്ത്രീ, ആ അമ്മ. ഈ തലയും ഇങ്ങോട്ട് കിട്ടുന്നേ ഇല്ല. അപ്പോൾ ഞാൻ ഭാഷയൊന്നും എനിക്കറിയില്ല. ഞാൻ പോയിട്ട് ഇവരോട് ഇവർ അലമുറയിട്ട് കരയാണ്. ഞാൻ പോയിട്ട് ഈ കുട്ടിയുടെ തല മെല്ലെ 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 ആക്കി, പിന്നെ രണ്ടും കേൾപ്പിച്ച് മൂന്നതും തള്ളി തല കിട്ടുകയും ചെയ്തു. ആ കുട്ടീനെയും ഒരു പക്ഷേ ആ കുട്ടീനേക്കാളും ഇഷ്ടത്തിലാണ് അവരെന്നെ കെട്ടിപ്പിടിച്ചത്. ഈ എന്താ പറയേണ്ടത്, ഒരനുഭവം, അവരുടെയൊക്കെ ആ ഒരു മനസ്സ്. എനിക്കാണെന്ന് വെച്ചാൽ ഒരു ഫോറിൻ സ്ത്രീ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ വിടുന്നേ ഇല്ല. പിന്നെ കുട്ടി വേണ്ടാന്നുള്ള മട്ടില്ല. അങ്ങനെ ഒരു രസകരമായൊരനുഭവം ഇപ്പോഴും ചില ആൾക്കാരത് പറയാറുണ്ട്. അന്ന് താൻ ഞാൻ എന്തോ ഒരു യോഗത്തിനും ഞാൻ നടത്തി അത് കിട്ടിയെന്നുള്ളത് അത് എൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ്, ആ അമ്മയുടെ സുഹൃതവും. എന്തായാലും അതൊരു വലിയൊരു അനുഭവം. പിന്നീടാണ് അവിടുന്ന് ആ യാത്രയിൽ മുഴുവൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തുകൊണ്ട് കൊണ്ടുപോയ ഈ പറയുന്ന കൃഷ്ണൻ നമ്പൂതിരി അടക്കം പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ആദ്യത്തെ അനുഭവത്തിൽ അതൊക്കെ ഉണ്ടായി. ഈ കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന അദ്ദേഹം ഒരു വലിയൊരു നാടക നടൻ, കഥകളി നടൻ, അവിടെ ഗ്രോട്ടോസ്കിയുടെ നാടകം ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതുണ്ട്. അതിൽ ധാരാളം പരിചയപ്പെടുത്ത ഒരാളാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പോൾ ആദ്യത്തെ യാത്രയാണ്. ഞാൻ വിചാരിച്ച കഥകളിക്ക് മാത്രം കൊട്ടണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അവിടെ ചെന്നപ്പോൾ ഇവർ പറഞ്ഞ വർക്ക്ഷോപ്പ്, എനിക്കൊന്നും വർക്ക്ഷോപ്പ് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നാട്ടിലെ വർക്ക്ഷോപ്പ് മാത്രമേ എനിക്ക് അറിയുള്ളൂ അന്ന്. അപ്പോൾ ഈ കഥകളി വർക്ക്ഷോപ്പ് കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ചൊല്ലിയാട്ടം കാര്യങ്ങൾ. പിന്നെ ഒരു ദിവസം ഒരു പ്രത്യേക ഒരു ഹോളിൽ ഈ പറഞ്ഞ അവിടുത്തെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഉണ്ട്. ഈ ഹോളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് എന്തൊക്കെ കണക്ക് കൂട്ടിയിട്ട് രാവിലെ 10 മണിക്കാണ്ട് കയറിയാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. ഭക്ഷണം എന്തെങ്കിലും വാങ്ങിച്ചാൽ നിങ്ങൾ പുറത്ത് വന്ന് കഴിക്കുകയും ചെയ്യാം. അവിടെ ചില ആൾ മുദ്രകൾ കാണിക്കുന്നു, ചില ആൾ ചിരിക്കണു, ചില ആൾ കണ്ണുരുട്ടണു. എനിക്ക് സത്യത്തിൽ അതിൻ്റെ ഉള്ളിൽ പോയപ്പോഴേ ഇതൊരു ഭ്രാന്തന്മാരുടെ ലോകമാണെന്നുള്ളൊരു തോന്നലാണ് ഉണ്ടായിരുന്നത്. കാരണം ഇഷ്ടമുള്ളത് ചെയ്യുന്നു, ചില ആൾ കിടന്നുറങ്ങുന്നു, ചില ആൾ കളിക്കണം. ഇങ്ങനൊരു അനുഭവം. ഈ അനുഭവത്തിൽ കൂടിയിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളൊരു കണ്ടെത്തലിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ചതെന്ന് അവർ പിന്നീട് പറയുകയും അവിടെ ഓരോ ആളും ചെയ്ത ക്രിയ അതിനെക്കുറിച്ചുള്ളൊരു നല്ല പഠനവും അതിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പോളണ്ട് അനുഭവമാണ്. ഇനി പോളണ്ട് ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷമുള്ള എൻ്റെ അനുഭവം അത് കുറച്ചും കൂടി രസമാവുന്നു കേട്ടാൽ. യാത്ര കഴിഞ്ഞു, 1 മാസം യാത്ര കഴിഞ്ഞു, പ്രതിഫലമൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. അവിടുന്ന് തിരിച്ച് മട്ടന്നൂരെത്തി. അപ്പോൾ മട്ടന്നൂർ അമ്പല കമ്മിറ്റിയുടെ വക ഒരു സ്വീകരണം എനിക്ക്.
ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന എൻ്റെ ബാലൻ മാഷ്, അദ്ദേഹം അപ്പോഴേക്ക് കമ്മിറ്റി പ്രസിഡൻ്റായി. ഒരു കാലത്ത് അമ്പലവും ഇതൊന്നുമില്ല, സ്കൂൾ 10:30 വന്നോളെന്നുള്ള അദ്ദേഹം തിരിച്ച് അമ്പല കമ്മിറ്റി പ്രസിഡൻ്റായി മാറി. അമ്പലത്തിലെ കാര്യം കൃത്യമായിട്ട് നടത്തണം എന്നുള്ളൊരു ചുമതല അതൊക്കെ നടത്തിയിട്ട് ഞങ്ങളെ വിട്ടുപോയി ഇപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക, കമ്മിറ്റിയുടെ വക അമ്പലത്തിന് എനിക്കൊരു സ്വീകരണം, യാത്ര, വിദേശയാത്ര, ആദ്യമായ വിദേശയാത്ര കഴിഞ്ഞ് വരികയല്ലേ, വന്നു. അപ്പോൾ ഈ മൈക്കിൻ്റെ മുമ്പിൽ സംസാരിച്ചൊന്നും ഒരു ശീലമില്ല എനിക്ക്. സ്വീകരണം കഴിഞ്ഞ് ഇവർ സ്വാഗതം, യാത്രാനുഭവങ്ങൾ അതൊക്കെ അവർ തന്നെ പറഞ്ഞു. അവസാനം എൻ്റെ മറുപടി പ്രസംഗം, എൻ്റെ സഹോദരിമാരൊക്കെ ഇപ്പോഴും എന്നെ കളിയാക്കിയിട്ട് പറയുന്നത്, മൈക്കിൻ്റെ മുന്നിൽ പോയി ഞാൻ എത്രയും പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ഒരേ നിലവിളി തന്നെ. ഒരു മിനിറ്റ് കാത്തു, രണ്ടാമതും തുടങ്ങി. ചുരുക്കം ആ മൈക്കിൻ്റെ മുമ്പ് പോയിട്ട് വേദുള്ള കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞ് വീട്ടിൽ വേറെ ഒരക്ഷരം എനിക്ക് പറയാൻ പറ്റിയില്ല മറുപടി. വീട്ടിൽ വന്നിട്ട് ഉടനെ മൂത്ത പെങ്ങളെ വക ആക്ഷേപം, ഈ ബേനാക്കാൻ ആ മൈക്കിൻ്റെ മുമ്പ് പോകേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക്. പക്ഷേ ഞാൻ പറഞ്ഞു ആ സമയത്ത് എന്തെങ്കിലും പറയാനുള്ളൊരു ഇല്ല. കാരണം ഈ ഒരു യാത്ര ചെയ്തിട്ടുള്ളൊരു അനുഭവവും വിദേശയാത്ര കഴിഞ്ഞ് വന്നാൽ നാട്ടുകാരുടെ ഒരു സ്വീകരണം എല്ലാം കൂടി എനിക്ക് എന്താണെന്ന് ഇഷ്ടമില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു സ്വീകരണത്തിന് ആദ്യമായിട്ട് ഞാൻ ഈ വിദേശയാത്ര നടത്തിയിട്ട് വന്ന് പങ്കെടുക്കേണ്ടി വന്നിട്ട് ഒന്നും പറയാനും പറ്റിയില്ല. അപ്പോൾ അത്തരം ചില അനുഭവങ്ങൾ നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കുക, നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞിട്ടുള്ള കേൾക്കുക, ഇതെല്ലാം ആകുമ്പോൾ ശരീരത്തിൽ എന്താണെന്ന് വെച്ചില്ലാത്തൊരു ഒരവസ്ഥയിലെത്തിയെന്നുള്ളതാണ് എനിക്ക് അതുകൊണ്ട് എൻ്റെ ഒരു പഠനം. 85 മുതൽ ഏകദേശം ഈ വർഷം കൂടി എന്ന് പറയാം ഒരുപാട് രാജ്യസഞ്ചാരം. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ലണ്ടനിലൊരു ഡാൻസ് വിദ്യാലയം നടത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ എന്നാണ് പേര്. അദ്ദേഹം കഥകളി വേഷവും ഞാൻ കഥകളി കൊട്ടും പഠിച്ചത് സദനത്തിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അദ്ദേഹം കഥകളി വേഷമൊക്കെ പഠിച്ച ശേഷം മദ്രാസിൽ പോയി അടയാർ കലാക്ഷേത്രത്തിൽ ഡാൻസ് പഠിച്ചു. ഡാൻസ് പഠിച്ചതിന് ശേഷം ഏതോ ഒരു സമയത്ത് ലണ്ടനിലേക്ക് പോകാനൊരു അവസരം കിട്ടി. അങ്ങനെ ലണ്ടനിൽ പോയപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഈ ചൊല്ലിയാട്ടം, സ്കൂൾ പോലെ ഇതിൻ്റെയൊക്കെ ഇടയിൽ വിശപ്പ്, വൈകുന്നേരം ഇതൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് തിന്നാൻ കിട്ടുക. അപ്പോൾ അവിടെ ധാരാളം പ്ലാവുകളുള്ള പറമ്പാണ്. അപ്പോൾ ചക്ക പഴുത്ത് താഴെ വീണാൽ നമുക്ക് ഉപയോഗിക്കാം. അതാണ് സെക്രട്ടറിയുടെ ഓർഡർ. കയറി ഇട്ടിട്ട് പഴുപ്പിക്കാനൊന്നും പാടില്ല. അപ്പോൾ ആ കാലത്ത് ഇവരാരും കാണാതെ ഞങ്ങൾ ഒരു മദ്ദള വിദ്യാർത്ഥിയുണ്ട്, ആ വിദ്യാർത്ഥിനെ പ്ലാവുമ്മ കയറ്റിയിട്ട് ഒരു പുതിയ പാഠവും കൂടെ ഇതിൽ പഠിക്കാനുണ്ട്. നല്ല മൂത്ത ചക്ക ഒന്ന് ചെറിയൊരു പീസാത്തി കൊണ്ട് തുരന്ന് ഒരു ലേശം ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞ് അത് അടച്ച് വെക്കുക. പിറ്റേ ദിവസം അത് പഴുത്ത് വീണാൽ മാത്രമേ കഴിക്കാനും പാടുള്ളൂ. അങ്ങനെ ചെയ്തൊരു ഓർമ്മ, ആ കാലത്തുള്ള വിശപ്പിൻ്റെ ഓർമ്മ, ആ അനുഭവിച്ച് അവൻ ഉണ്ണികൃഷ്ണൻ ലണ്ടനിൽ പോയപ്പോൾ ഈ ഒരു അനുഭവമൊക്കെ അവന് ഓർമ്മ വന്നു. അപ്പോൾ എന്നാൽ ശങ്കരേട്ടനാണ് ശങ്കരേട്ടനെയും വിളിക്കാം ഈ കൊല്ലം മുതൽ. അങ്ങനെ ഉണ്ണികൃഷ്ണൻ്റെ ആവശ്യത്തിന് ഡാൻസിന് ഇടയ്ക്കും അവൻ്റെ വേഷമില്ലാത്ത കഥകളിക്ക് ചെണ്ടയുമായിട്ട് ഉണ്ണികൃഷ്ണൻ്റെ ആവശ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. പോയി കഴിഞ്ഞാൽ ഏകദേശം 2-2.5 മാസം അവിടെ താമസിച്ച് ഈ പറഞ്ഞമാതിരി വർക്ക്ഷോപ്പുകൾ, കാര്യങ്ങൾ, പുതിയ ചില പ്രൊഡക്ഷനുള്ള അത് അവതരണം, ഓരോ വർഷത്തിനും ഓരോ പുതിയ കഥയൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഉണ്ടാക്കി 1 മാസം റിഹേഴ്സൽ ചെയ്ത് ഏകദേശം 1.5 മാസക്കാലം ഇംഗ്ലണ്ട് മുഴുവൻ ഇംഗ്ലണ്ടായാലും സ്കോട്ട്ലൻഡായാലും എഡിൻബറോ ഫെസ്റ്റിവലിന് ഉൾപ്പെടെ അങ്ങനെ ഉണ്ണികൃഷ്ണന് വേണ്ടി മാത്രം ചുരുങ്ങിയതൊരു 20 പ്രാവശ്യമെങ്കിലും ഇംഗ്ലണ്ട് സഞ്ചാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ സൗത്ത് എന്നൊരു പരിപാടി ലണ്ടനിലുള്ള ഒരു കമ്മിറ്റി അതുണ്ടാക്കും. അതിന് നമ്മുടെ ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരിൽ, അപ്പോൾ എനിക്കും അതിനൊരു ചാൻസ് കിട്ടി തായമ്പയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ ഞാൻ ഈ
കഥകളിക്കും ഡാൻസിനും ഒക്കെ കൊട്ടാൻ വേണ്ടിയിട്ടാണ് മതി. ഈ തായമ്പക്ക് കിട്ടിയപ്പോൾ എനിക്കത് വളരെ സന്തോഷമായി. കാരണം നമ്മുടെ യഥാർത്ഥമായിട്ട് നമ്മളെന്താണോ പഠിച്ചത് അത് അവതരിപ്പിക്കാനുള്ളൊരു സന്ദർഭമാണ് കിട്ടുന്നത്. ഏകദേശം ഒരു 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 7 സ്ഥലങ്ങളിൽ പ്രോഗ്രാം, 7 വേദികളിൽ, ലണ്ടനിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ 6 പേരാണ് അന്ന് പോയിരുന്നത്. ആ പരിപാടി അവതരിപ്പിച്ച ഉടനെ അവിടെ പാരീസിലുള്ളൊരു സ്ത്രീയും അവിടെയുള്ളൊരു ആൾക്കാർ, അപ്പോൾ അതൊരു ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ സൗത്തിന് ഒരുപാട് സ്ഥലങ്ങൾ, യൂറോപ്പ് പല സ്ഥലങ്ങളിലും ഉള്ള ഈ സംഘടനയുടെ ഇല്ലെങ്കിൽ അക്കാഡമികളുടെ ഉടമസ്ഥന്മാർ വന്നിട്ട് അവരൊക്കെ പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ എൻ്റെ തായമ്പ് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പാരീസിലുള്ള അവർ വന്നു, ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഒരു പരിപാടി നടത്താൻ പറ്റുമോ? നമ്മൾ പരിപാടി നടത്താൻ പറ്റുമോ? ഇന്ന് തന്നെ വേണമെങ്കിൽ വരാനുള്ള അവസ്ഥയാണ് നിങ്ങളുടെ കൂടെ. അതായിരുന്നു അന്നത്തെ ഒരു വിഷയം. എന്തായാലും അടുത്ത വർഷം മുതൽ പാരീസിൽ തായമ്പുക, ഫ്രാൻസിൽ പല സ്ഥലങ്ങളിലും. അത് തിയേറ്റർ ഡിലാബിയ എന്ന് പറഞ്ഞ പാരീസിലൊരു തിയേറ്ററിൻ്റെ ഉടമസ്ഥന്മാരാണ് കൊണ്ടുപോയത്. പിന്നീട് അവർ മുഖാന്തരം ഫ്രഞ്ച് അവിടെ മുഴുവൻ, പാരീസ്, ഫ്രാൻസിൽ മുഴുവൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പോൾ നോർവേയിൽ ബെർഗൻ ഫെസ്റ്റിവലിൽ ഉൾപ്പെടെ, അങ്ങനെ അവർ മുഖാന്തരം ഞങ്ങളൊരു 10-12 പേര് സ്ഥിരമായിട്ട് എല്ലാ വർഷങ്ങളിലും പോയിരുന്നു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഈ ലണ്ടനിൽ ഈ വല്ലാണ്ട് ബുദ്ധിമുട്ടി വരുന്ന കാര്യം, സഹപാഠിയുടെ കൂടെയൊക്കെയാണ് പോയതെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടും വിശന്നിട്ടും എല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും അതൊക്കെ ഒരു ജീവിതത്തിൽ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ലണ്ടനിൽ ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. ഒരുപാട് മലയാളികളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് വേണം പരിപാടി റിഹേഴ്സൽ നടത്തുന്ന സ്ഥലത്തെത്താൻ. ഈസ്റ്റ് ഹാമിൻ്റെ തൊട്ട് അപ്റ്റൺ പാർക്കുള്ള സ്ഥലം, അപ്റ്റൺ പാർക്ക്, മൈലൻഡ്, ബെത്തനൽ ഗ്രീൻ, അങ്ങനെയുള്ള ഇതൊക്കെ യാത്ര ചെയ്തിട്ടുള്ള പരിചയം. അപ്പോൾ ഈസ്റ്റ് ഹാമിൽ സ്റ്റേഷനിൽ അപ്റ്റൺ പാർക്കിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈസ്റ്റ് ഹാമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സുഹൃത്തിൻ്റെ വീട്ടിലെത്തണമെങ്കിൽ 1 കിലോമീറ്റർ നടക്കണം. അങ്ങനെ നടന്നിട്ടാണ് അവിടെ എത്തുന്നത്. എന്നിട്ട് മാത്രമേ ഒരു ചായ കുടിക്കാൻ പോലും പറ്റൂ. കാരണം ഒരു പൈസ കയ്യിലില്ലാത്തൊരു കാലം. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ, ഏകദേശം ഒരു 15-18 വർഷങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തായമ്പയൊക്കെ നടത്താൻ പറ്റിയ സമയത്ത്, ലണ്ടനിലൊക്കെ നടത്താൻ പറ്റിയ സമയത്ത് എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. കാരണം ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി, അതിനായിട്ട് അവിടുത്തെ അക്കാഡമികൾ വിളിക്കുക. അപ്പോൾ ആ ഒരു മനസ്സുഖം, അങ്ങനെയൊക്കെ വിഷമിച്ച് പോയെങ്കിലും ഈ ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 2 വർഷം മുമ്പേ, ഈ കഴിഞ്ഞ വർഷം കൂടി ഞാൻ പോയിരുന്നു. ഞാൻ ആദ്യം പോയിരുന്ന 70-85 കാലങ്ങളിൽ ഞാൻ കൊണ്ടുപോയ ഒരു ചെണ്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് നടന്നിട്ടൊക്കെ പോകണം, ബുദ്ധിമുട്ട്. 2 വർഷം മുമ്പേ ഞാൻ അതേ സ്ഥലത്ത്, ഇപ്പോൾ കുറച്ച് വർഷത്തിൽ ഗ്യാപ്പായി, പിന്നെ അതൊക്കെ നിർത്തി. ഈ 2 വർഷം മുമ്പേ ഒരു മേളം കൊട്ടാൻ വേണ്ടി അവിടെ പോയിരുന്നു. ഈ പൂഞ്ഞാറിലുള്ള നവധാര എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്, അവിടുത്തെ ഒരു വിനോദ് ഈ ലണ്ടനിൽ പോയി ഇംഗ്ലണ്ടിൽ എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം ഒരു 5-10 സ്ഥലങ്ങളിൽ ചെണ്ട ക്ലാസ് തുടങ്ങിയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ, ഈ വിദ്യാർത്ഥികളെല്ലാം കൂടിയിട്ട് ലണ്ടനിൽ വെച്ചിട്ട് ഒരു വലിയ ഉത്സവം, ഒരു ദിവസം 3 മണി തുടങ്ങിയാൽ രാത്രി 10 മണി വരെയുള്ള മെഗാ ഷോ ആയിട്ട് നടത്തി. 2 വർഷം മുൻപേ പോയപ്പോൾ 250 പേര് അടങ്ങുന്ന ഒരു ടീം അവരുടെ കൂടെയാണ് മേളം കൊട്ടാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് ഈ ഈസ്റ്റ് ഹാമിൻ്റെ തൊട്ട് തട്ടുകട എന്ന് പറഞ്ഞിട്ട്, അവിടെ തട്ടുകട എന്ന് പറയാമെങ്കിലും അതിഗംഭീരമായിട്ടുള്ള കട, ആ കടയിലാണ് ഞങ്ങൾക്ക് ഭക്ഷണം, മലയാളി നടത്തുന്നതാണ്.
ഗംഭീര സ്വീകരണം. അന്നത്തെ ദിവസം ആ കടയിൽ പോയി നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളും ചുറ്റുപാടും എൻ്റെ തായമ്പയുടെ മേളത്തിൻ്റെ പോസ്റ്ററാണ് കാണുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഒരു വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്നിറങ്ങി ഏറ്റവും വിശന്നുകൊണ്ട് നടന്നിരുന്നൊരു കാലം, അത് മറച്ചിട്ട് ഇന്ന് അതേ സ്ഥലത്ത് ഒരു മലയാളി കട വെച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, ലണ്ടനിൽ ഇനി എപ്പോൾ വരികയാണെന്ന് ശരി, ഇംഗ്ലണ്ടിൽ വരിക വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇത് അങ്ങയുടെ കടയാണ് എന്ന് പറഞ്ഞതാണ് കഴിഞ്ഞ കൊല്ലം. അപ്പോൾ അതൊരു വലിയ അനുഭവം. ജീവിതത്തിൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും സത്യമായിട്ടും കൃത്യമായിട്ടും കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ലോകം ഏറ്റെടുക്കുന്നുള്ളതിൻ്റെ ഒരു ഉത്തമ തെളിവ് കൂടിയാണ് ഈ ഇരിക്കുന്ന ഞാൻ. എൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. ഈ കഴിഞ്ഞ കൊല്ലം പോയി പരമാനന്ദമായിട്ട് പോയിട്ട് വന്നു. ഇപ്പോഴ് എല്ലാറ്റിനും അതീതമായിട്ടൊരു ചിന്ത. ഞാൻ സ്വന്തം ഇത് പറഞ്ഞാൽ ഞാൻ 100% തൃപ്തനാണ് ജീവിതത്തിൽ. ഒന്ന്, നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം, രസങ്ങൾ പറയുന്നതിൽ പാലിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയണല്ലോ. ഈ സദനത്ത് പഠിക്കുന്ന കാലം മുതൽ സാമ്പത്തിക അച്ചടക്കം കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഒരു 10 രൂപ അച്ഛൻ അയച്ചു തന്നാൽ അത്യാവശ്യം വട്ടച്ചെലവ് എന്ന് പറയാം, അത് കഴിഞ്ഞാൽ ഒരു 6 രൂപ വരെ ചിലവാക്കുള്ളൂ. 4 രൂപയെങ്കിലും ഒരു മാസം ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. പുതിയ രീതിയിൽ നമ്മൾ പറയാന്ന് വെച്ചാൽ ഒരു 10 രൂപ കിട്ടിയാൽ അടിപൊളി ജീവിതമാണെങ്കിലും 9 രൂപയെ ചിലവാക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴും നിങ്ങളൊരു രൂപയുടെ ധനവാനേ ആവുള്ളൂ. അത് 11 ആയാൽ 1 രൂപയുടെ കടക്കാരനാവുന്ന വേറൊരാളും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. അതിന് നമുക്ക് BCom MComൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു പ്രപ്പോർഷൻ അന്ന് തുടങ്ങിയ ആ കാര്യം, ആ സാമ്പത്തിക അച്ചടക്കം ഇപ്പോഴും ഞാൻ കൊണ്ട് നടക്കുന്നു ഉള്ളത് കൊണ്ടാണ് ആര് ചോദിച്ചാലും സുഖമില്ലേന്ന് പലവരും ചോദിക്കാറ്. ഞാൻ പരമസുഖാണെന്നേ മറുപടി പറയാറുള്ളൂ. അതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ കൃത്യമായിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ, അത് ന്യായവും സത്യസന്ധവും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഏറ്റെടുക്കാൻ ഈ ലോകം ഉണ്ടാവും എന്ന ഒരു അനുഭവം കൂടി അനുഭവിച്ചു കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. അമേരിക്കയിലുള്ള ആദ്യത്തെ എൻ്റെ സഞ്ചാരം 10 ദിവസമുള്ളൊരു ഉത്സവം അവിടെ നടക്കുകയാണ്. ആ തിയേറ്ററിൻ്റെ ഒരു പേരുണ്ട്, ഫിലാർമോണിക്കുള്ള തിയേറ്ററിൽ ഞാനും ചെർപ്പളശ്ശേരി ശിവൻ എന്ന് പറഞ്ഞ മദ്ദളക്കാരനും ശ്രീധരൻ നമ്പീശൻ എന്നൊരു തിബല അധ്യാപകനും തിരുവില്ലാവല നാരായണൻകുട്ടി വന്നിട്ട് എലത്താള കലാകാരനും, ഞങ്ങൾ 4 പേരും കൂടിയാണ് പോയത്. തിയേറ്റർ ഫിലാർമോണിക് തിയേറ്റർ, അവിടെ ഞങ്ങൾക്ക് 10 മിനിറ്റ് സമയമാണ് പരിപാടി. 10 മിനിറ്റ് സമയം പരിപാടി തുറക്കുന്നത് ഞങ്ങളെ പരിപാടിയോട്. അത് കഴിഞ്ഞാൽ എൽ സുബ്രഹ്മണ്യത്തിൻ്റെ വയലിൻ കച്ചേരിയാണ്. അവിടെ വിനായക് റാംജിയും അദ്ദേഹത്തിൻ്റെ അനിയൻ സുഭാഷ്. ഇതിൻ്റെ കണ്ടക്ടറായിട്ട് കൊണ്ടു നടന്നത് സുബിൻ മേത്തായിരുന്നു. അങ്ങനെ ഒരു 10 ദിവസം. ഇതാണ് എൻ്റെ ആദ്യത്തെ അമേരിക്കൻ യാത്ര. അത് ന്യൂയോർക്കിലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോന്നു. അത് ഡൽഹിയിൽ നിന്നാണ് ആ യാത്രയും തുടങ്ങുന്നത്. ഡൽഹിയിൽ നിന്ന് നമ്മുടെ പാസ്പോർട്ട് കൊടുത്തിട്ട് വൈറ്റ് പാസ്പോർട്ടാണ്. അങ്ങനെ അതികേയമായിട്ടുള്ള യാത്രയാണ്. എല്ലാ സൗകര്യവും അവിടെയുണ്ട്. 10 ദിവസം ന്യൂയോർക്കിൽ തന്നെ പരിപാടി. ഒരാഴ്ച പരിപാടി ഉണ്ടായിരുന്നു. താമസം മൊത്തം 10 ദിവസമായിട്ടാണ്. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ യാത്ര. അത് എൻ്റെ തോന്നൽ 85-ലാണെന്ന് എൻ്റെ തോന്നൽ. 10 ദിവസം അവിടെ താമസിച്ചു. അമേരിക്ക മുഴുവൻ നടന്ന് കണ്ടു. അങ്ങനെ ആ കാലത്താണ് പോയിരുന്നത്. അവിടുത്തെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ പോയി. അതൊക്കെ അന്ന് കാണേണ്ട സ്ഥലങ്ങൾ. അന്നൊക്കെ ഓരോ സ്ഥലത്ത് പോയാലും കാണാനുള്ള മോഹം, സ്ഥലം കാണാൻ, ഒഴിവ് സമയത്ത് ഇങ്ങനെ നടന്ന് സ്ഥലം കാണാനുള്ള മോഹം ഒരുപാട് കൊണ്ടു നടത്തിയയാളാണ് ഞാൻ. ഇപ്പോൾ ഇത് തീരെ സാധ്യം ആവുന്നുമില്ല, ഇപ്പോൾ വേണ്ട, കാരണം ആരോഗ്യത്തിൻ്റെ കാര്യം. അപ്പോൾ അന്ന് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഏറ്റവും മുകളിൽ പോയി അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തൊരു ഓർമ്മകൾ എനിക്കുണ്ട്. പിന്നീടാണ് വേൾഡ് സെൻറ്റർ അത് പോയത്. ഇപ്പോഴുണ്ടാക്കി അവിടെ ഇപ്പോൾ പ്രവേശനമുണ്ട് എനിക്ക്. പക്ഷേ അന്ന് ആ അപകടം പറ്റിയ ആൾക്കാരെ എല്ലാവരെയും അവിടെ കൃത്യമായിട്ട് അവിടെ വെച്ചിട്ടുള്ളൊരു സ്ഥലങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ഉടച്ച ഉടനെ ഞാൻ അവിടുന്ന് എടുത്തൊരു ഫോട്ടോ, ഒരുപക്ഷെ ഇന്ന് എൻ്റെ സൂക്ഷിപ്പിലുണ്ടത്. അത് സൂക്ഷിച്ചു. കാരണം അതൊന്നും ഇനി ജീവിതത്തിൽ കിട്ടാത്ത ഒരു ഫോട്ടോ ആവുമല്ലോ. അങ്ങനെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ
അമേരിക്കയിൽ ആദ്യത്തെ യാത്ര അങ്ങനെ. പിന്നീട് പോകുന്നത് ഉമയാൾപുരം ശിവരാമൻ സാറിൻ്റെ കൂടെയാണ്. മൃദംഗവും ചണ്ടയായിട്ട് അങ്ങനെ ഒരു 4, അത് 2 മാസം. അത് അമേരിക്കയിലെ എല്ലാ സ്ഥലങ്ങളിലും യാത്രയാണ്. താമസിച്ചത് ന്യൂജേഴ്സിയിലാണ്, ഇല്ല മെരിലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത്. മിക്കവാറും ആഴ്ചയിൽ ഒരു 2-3 പരിപാടികളുണ്ടാവും. അത് കഴിഞ്ഞാൽ എല്ലാം വിമാനം കയറിയിട്ട് പോവും. പരിപാടി കഴിഞ്ഞാൽ തിരിച്ച് ഈ വീട്ടിലെത്തും, ഈ മെരിലാൻഡ് അവരെ വീട്ടിലെത്തും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 2 മാസക്കാലം യാത്ര. അങ്ങനെ പോയി ഹോണോലുലു, ഏതോ ഒരു നവരാത്രി കാലത്ത് ഹോണോലുലുലായിരുന്നു, ആ ദ്വീപിലായിരുന്നു നവരാത്രി ആഘോഷം. അങ്ങനെ പങ്കെടുത്തൊരനുഭവം. അങ്ങനെ 6 കൊല്ലം കഴിഞ്ഞ് 7ാമത്തെ കൊല്ലം അവർ പറഞ്ഞു അത് മാറിയേ പറ്റും. ഞാൻ പറഞ്ഞു നിരുപാധികം ഞാൻ സ്വയം മാറിത്തരാം. അങ്ങനെ ഞാൻ കൊണ്ടുപോയ ടീം അംഗങ്ങളും എല്ലാവരും സ്വയം മാറിപ്പോരുകയാണ് ചെയ്തത്. ഇത് തൃശ്ശൂർ പൂരത്തിൻ്റെ അനുഭവമാണ്. പിന്നെ അതിനെക്കുറിച്ച് മാനസികമായിട്ട് വിഷമമുണ്ടോ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. പിന്നെ അന്നൊക്കെ ചെറിയ വിഷമം ഇല്ല എന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ അത്രയും ഉത്തരവാദിത്തത്തോടെ കൃത്യമായിട്ടും സത്യസന്ധമായും അടിവരയിട്ട് ജനങ്ങൾക്ക് വിശ്വസിക്കാം നടത്തിയിരുന്ന ഒരാളാണ് ഞാൻ.